Good morning. Good morning. Yes. Good morning, ma'am. Good morning. ആണോ കേൾക്കാമോ? Good morning, Morning, ma'am. ma'am. Good Morning, ma'am. morning. Good morning. Clear ആയിട്ട് കാണുന്നുണ്ടോ? Good morning, ma'am. Good morning. അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛൻ റൂമിലേക്ക് മാറ്റി. കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. ആയിട്ടില്ല. ഉണ്ണിക്ക് എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് ആയി. കാണാതെ വ്യക്തമായിട്ട് കാണാം. ശരി, ഇങ്ങോട്ട് നീങ്ങിയോ സൈഡിലോ ഒന്നുമല്ലല്ലോ, കറക്റ്റ് അല്ലേ നേരെ കാണുന്നേ. ഗുഡ് മോർണിംഗ്. ചെറിയ സൈഡ് പോലും ഉണ്ട്. ചെറിയ സൈഡ് വരുമോ? ഇപ്പോഴോ? ഈ ക്ലാസ് തന്നെ ഇഷ്ടമല്ല മതി. ഈ നിങ്ങളുടെ ക്ലാസ് അല്ല കേട്ടോ, ഈ ക്ലാസ് ഭയങ്കര കുറവാ. വേറെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് എടുക്കാൻ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. എന്തൊരു സുഖമില്ലാത്ത ക്ലാസ്. ക്യാമറയും കൊള്ളൂല, കംഫർട്ട് ഇല്ല. കംഫർട്ട് അല്ല, അത്ര പ്രശ്നമാണ്. ഗുഡ് മോർണിംഗ് ജംസി. എന്തായി, ശരിയായോ? ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായില്ല? മിസ്സേ. ഓക്കെ ആയി. മോർണിംഗ് മാം. പക്ഷെ ഞാനിവിടെ മെസ്സേജ് ഉണ്ടായിരുന്നു, നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. റെക്കോർഡിംഗ് ആണ്. ബ്രൂമിന്റെ ഉണ്ട്. എന്തെങ്കിലും ചോദിച്ചോണ്ടിരുന്നാല് എനിക്ക് തോന്നുന്നു ഇമ്പ്രൂവ്മെന്റ് ആകുന്നു. ഐക്കൺ ഓഫ് അതെ, ചെയ്തായിരുന്നു. ആള് ആദ്യം വന്നപ്പോ ക്യാമറ, മൈക്ക്, റിയാക്ഷന്റെ ഐക്കൺ എല്ലാം ഓഫ് ആക്കി കളഞ്ഞു. ആർക്കും അറിയാണ്ടെന്ന് തോന്നുന്നുണ്ട്. ലാസ്റ്റ് നമ്മളോട് ഡൗട്ട്സ് എന്തെങ്കിലും ചോദിച്ചോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങള് റിയാക്ഷൻ ഐക്കണൊക്കെ പോയി കിടക്കാന്ന് പറഞ്ഞപ്പോഴാണ് അതൊക്കെ ഓണാക്കിയത്. അപ്പൊ മൈക്കടൊക്കെ ഓണാക്കി തന്നു. അത് മൈക്ക് ഓഫ് ആക്കിയപ്പോ എല്ലാം ഓഫ് ആയി പോയതാന്ന് തോന്നുന്നത്. അതായിരിക്കും എന്നാ. അത് പറഞ്ഞ് അവര് ഒൺമ്യൂട്ട് ആക്കിയാണ്, പക്ഷെ മൂപ്പർക്ക് അറിയില്ലായിരുന്നു എല്ലാം ഓഫ് ആയി പോയി. ഓക്കെ. PDF പോകുമ്പോ പറയണേ. രജി അത് ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നല്ലോ. അനക്കൊന്നും ഉണ്ടായില്ല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് അയച്ചുകൊണ്ടിരിക്കും. ഇത് ടെക്സ്റ്റ് മാറിയാണ് പറ്റാണോ? ഒരു മിനിറ്റ് കേട്ടോ. നിങ്ങൾ റെക്സാൻ ഫാർമസ്യൂട്ടിക്കൽസ് എടുക്കുക കേട്ടോ. പേജ് നമ്പർ PDF കാണുന്നില്ല. നിങ്ങളുടെ എത്ര പേജ് നമ്പർ? 80 ആണോ? കിട്ടി. സ്റ്റോറേജ് ആൻഡ് പ്രിപ്പറേഷൻസ് ആണ് അല്ലെ? പ്രിപ്പറേഷൻസ് ഓഫ് ഡ്രഗ്സ് ആണ് നോക്കുന്നത്. ഇത്രയും പേരുണ്ടായിരുന്നുള്ളൂ ക്ലാസ്സിൽ? 25 നേരത്തെ. അപ്പൊ നമ്മള് ഡ്രഗ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടോ. ഇന്നലെ ഏതാ പഠിച്ചത്? ഓൾ ഡ്രഗ്സ് ആർ നോൺ RX ഡ്രഗ്സ് മസ്റ്റ് ബി ലോക്ക്ഡ് അല്ലെ? എല്ലാ ഡ്രഗ്സുകളും, പ്രത്യേകിച്ച് നോൺ RX ഡ്രഗ്സുകളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ലോക്ക് ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് ഷെഡ്യൂൾ ഡ്രഗ്സുകൾ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്? ഡബിൾ ലോക്ക് ചെയ്തിട്ടായിരിക്കണം സൂക്ഷിക്കേണ്ടത്. അത് കൃത്യമായിട്ടാണ് നേഴ്സ് ആയിരിക്കും തന്നെ കീ സൂക്ഷിക്കേണ്ടത്. പിന്നെ എന്താണ്, നേഴ്സുമാരില്ലാത്ത സമയത്ത്, നേഴ്സിന്റെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് എയ്ഡ് സ്പെഷ്യലിസ്റ്റുകൾ ഒന്നും തന്നെ അതിനകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഡ്രഗ്സ് കാർഡ്സുകൾ എന്താണ് ഈ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ആ ഹാളിൽ നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് പാടില്ല.
ഓക്കെ, എത്ര കളി ഇന്നലെ എടുത്തത് നമ്മള്? യെസ്. ഇനി നെക്സ്റ്റ് വരുന്നത് external drugs separate from internal drugs. External drugs separate from internal drugs. എല്ലാ external drugsഉം internal drugsഉം നമ്മൾ separate ചെയ്തിട്ടായിരുന്നു അത് സൂക്ഷിക്കേണ്ടത്. Okay. Separate cabinet versus separate shelf, both acceptable based on the facility policy. എക്സ്റ്റേണൽ ഡ്രഗ്സുകളും ഇന്റേണൽ ഡ്രഗ്സുകളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഷെൽഫിലോ ക്യാബിനറ്റ്സിലോ ആയിരിക്കണം നമ്മൾ പ്രത്യേകമായിട്ടത് സൂക്ഷിക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എക്സ്റ്റേണൽ ഡ്രഗ്സും ഇന്റേണൽ ഡ്രഗ്സും നമുക്ക് ഒരുമിച്ച് സൂക്ഷിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? സമ്പർക്കം വരാൻ പാടില്ല അല്ലെ? ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല എന്നാണോ? അപ്പൊ വേർതിരിച്ച് സൂക്ഷിക്കേണ്ട ഡ്രഗ്സിന്റെ കാറ്റഗറീസ് ആണ് ലളിതം. വേർതിരിച്ച് തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെ? പ്രത്യേകിച്ച് ഫെസിലിറ്റി പോളിസി പ്രകാരം പ്രത്യേകമായിട്ട് എക്സ്റ്റേണൽ ഡ്രഗ്സുകളോ ഇന്റേണൽ ഡ്രഗ്സുകളോ സെപ്പറേറ്റ് ക്യാബിനറ്റിൽ മാത്രമായിരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ദെൻ പോയ്സൺസ് ഇൻ എ സെപ്പറേറ്റ് ആൻഡ് ഡിസിൻഫെക്റ്റ് ഏരിയ. പോയ്സൺസ് ഒക്കെ നമ്മൾ എന്താണ് പ്രത്യേകമായിട്ട് വിഷപദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡ്രഗ്സുകളും നമ്മൾ എന്താണ് പോയ്സൺസ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ നമ്മൾ പ്രത്യേകമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് ഏരിയയിലായിരിക്കണം നമ്മൾ സൂക്ഷിക്കേണ്ടത്. എങ്ങാനും മുകളിലേക്ക് കൊടുത്താലോ എന്ന്. ശരിയാണ്. ഓക്കെ, പോയ്സൺ ഡ്രഗ്സുകൾ നമ്മൾ എന്താണ് പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? സെപ്പറേറ്റഡ് ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ക്യാബിനറ്റ്സ് ക്ലിയർലി ലേബിൾഡ്. എക്സ്റ്റേണൽ ഡ്രഗ്സിന്റെയും ഇന്റേണൽ ഡ്രഗ്സിന്റെയും ക്യാബിനറ്റ്സിൽ കൃത്യമായിട്ട് നമ്മൾ ലേബല് ചെയ്തിരിക്കും. വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിൽ അത് നമ്മൾ ലേബൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ക്യാബിനറ്റ്സ് ക്ലിയർലി ലേബൽ. മെഡ് കാർഡ്സ് എക്സ്റ്റേണൽ ഏരിയ ആൻഡ് ഇന്റേണൽ ഏരിയ. മെഡ് കാർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? മെഡ് കാർഡ്സ് മെഡിക്കേഷൻ കാർഡ്സുകളാണ് അല്ലെ? മെഡിക്കേഷൻ കാർഡ്സുകൾ എക്സ്റ്റേണൽ ഏരിയയിലും ഇന്റേണൽ ഏരിയയിലും എന്ന രീതിയിൽ രണ്ട് ഏരിയയിൽ സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒരുമിച്ചല്ല. മെഡ് കാർഡ്സ് മെഡിക്കേഷൻ കാർഡ്സുകൾ നിർബന്ധമായിട്ടും എക്സ്റ്റേണൽ ഏരിയയിൽ ഉണ്ടായിരിക്കണം. ഇന്റേണൽ ഏരിയാസിലും പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ് കേട്ടോ. യെസ്. അപ്പൊ എക്സ്റ്റേണൽ ഡ്രഗ്സിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ രണ്ട് ഡ്രഗ്സിന്റെ ഇന്റേണൽ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. രണ്ടും സെപ്പറേറ്റ് ഷെൽഫിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. പോയ്സൺ ആയിട്ടുള്ള ഡ്രഗ്സുകൾ പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. പ്രത്യേകം ക്യാബിനറ്റ്സുകൾ ക്ലിയർ ആയിട്ട് ലേബിൾ ചെയ്തിരിക്കണം. മെഡ് കാർഡ്സുകൾ മെഡിക്കേഷൻ കാർഡ്സുകൾ നമ്മൾ എക്സ്റ്റേണൽ ഏരിയാസിലും ഇന്റേണൽ ഏരിയാസിലും സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി റെഫ്രിജറേറ്റർ ഡ്രഗ്സ് ആണ് കേട്ടോ. റെഫ്രിജറേറ്റർ ഡ്രഗ്സ് general use versus medication refrigerator have a thermometer 36 to 46 degree Fahrenheit, USB and standard for drug storage, temperature lock, anti-problematic drugs, flu vaccines and PPD. Okay. Refrigerator drugs എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ഡ്രഗ്സ് ആണ്? റെഫ്രിജറേറ്റർ ഡ്രഗ്സ് വാക്സിൻ ഇഞ്ചക്ഷൻ മെഡിസിൻസ്. ഓക്കെ, നമ്മള് കോൾഡ് ഡ്രഗ്സ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ? അതായത് മരുന്നുകൾക്ക് പ്രത്യേകമായിട്ട് എന്ത് വേണം? നമ്മള് റെഫ്രിജറേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കണം, പ്രൊട്ടക്ട് ചെയ്യേണ്ട കുറച്ച് മരുന്നുകളുണ്ട് അല്ലെ? അപ്പൊ ഇവയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അല്ലെ, പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു തെർമോമീറ്റർ ഉണ്ടായിരുന്നു. മെയിൻ ടെമ്പറേച്ചർ 36 to 46 degree Fahrenheit അല്ലെ? 36 to 46 degree എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഏകദേശം 2 to 8 degree Celsius എന്നുള്ളൊരു മെഷർമെന്റ് ആണ്. 2 to 8 degree Celsius എന്ന മെഷർമെന്റ്സ് ആണ്. ആ ഒരു മെഷർമെന്റ്സിലാണെങ്കിൽ നമ്മൾ എന്ത് സൂക്ഷിക്കേണ്ടത്? ടെമ്പറേച്ചർ, അതായത് കാർഡ് റെഫ്രിജറേറ്റേഴ്സിന്റെ ടെമ്പറേച്ചർ നമ്മൾ സൂക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് USB സ്റ്റാൻഡേർഡ് പറഞ്ഞിരിക്കുന്ന USB സ്റ്റാൻഡേർഡ്സ് ഫോർ ഡ്രഗ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് USB എന്താണെന്ന് അറിയാമോ? USB എന്താണ്? പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ഡിപ്ലോമയിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവുമല്ലോ USB. പഠിച്ചിട്ടുണ്ടാവും. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഫാർമസോഫിയ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, നന്നായി. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഫാർമസോഫിയ. എവിടെയോ കേട്ടിട്ടുണ്ട്, എവിടെയാണെന്ന് ഓർമ്മയില്ല. ഓക്കെ, ഇപ്പൊ കേട്ടല്ലോ. കേട്ടോ, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഫാർമസോഫിയ. ഓക്കെ, എന്തായിരിക്കും USB സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കുട്ടികളെ?
USP സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ നിലവാരത്തെ കുറിച്ചിട്ടായിരിക്കും ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്? മരുന്നുകളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് അല്ലെ, മെഡിക്കേഷൻസിന്റെ പ്യൂരിറ്റിനെ ഒക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഡ്രഗ്സിന്റെ പ്യൂരിറ്റി അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് എന്നിവയൊക്കെ ഉൾപ്പെടുത്തുന്നതിന് കുറച്ച് സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങൾ കൊടുത്തിരിക്കുന്ന ഏതിലാണ്? USPയിലാണ് അല്ലെ, മെഡിസിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, പ്രത്യേകിച്ച് USP സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മുടെ ഈ മരുന്നുകൾ റെഫ്രിജറേറ്റഡ് ഡ്രഗ്സുകൾ 36 to 46 ഫാരൻഹീറ്റ് എന്ന ആ ഒരു മെഷർമെന്റ്സിലെ ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ സൂക്ഷിക്കുന്നത് കേട്ടോ. യെസ്, അത് ഓർത്ത് വെക്കണം. ആ പോയിന്റ് 36 to 46 എന്നത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇനി ഒരു തെർമോമീറ്റർ ഉണ്ടായിരിക്കണം. നിർബന്ധമായിട്ടും റെഫ്രിജറേറ്റഡ് ഡ്രഗ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒരു തെർമോമീറ്റേഴ്സ് ഉണ്ടായിരിക്കണം. ടെമ്പറേച്ചർ ലോഗ് ഉണ്ടായിരിക്കണം. ഓക്കെ, ടെമ്പറേച്ചർ ലോഗ് എന്ന് പറയുന്നത് നമ്മൾ ദിവസേനയുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ടെമ്പറേച്ചർ ലോഗ് കൊടുത്തിരിക്കുന്നത്. അത് ടെമ്പറേച്ചർ ലോഗ് കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇനി പ്രത്യേകമായിട്ട് ചില പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. അതിൽ നമ്മൾ എന്താണ് എക്സ്ട്രാ കെയർ കൊടുക്കുന്നത്, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ട കുറച്ച് പ്രോബ്ലമാറ്റിക് ഡ്രഗ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഫ്ലൂ വാക്സിൻസ് ആൻഡ് PPD എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബ്ലമാറ്റിക് ഡ്രഗ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് അല്ലെ. യെസ്, അതായത് എന്താണ് ഫ്ലൂ വാക്സിന് PPD എന്ന് പറയുന്നത്? PPD എന്താ പറയുള്ളൂ? ഫ്ലൂ വാക്സിൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. PPD എന്താണ്? പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ്. നോട്ട് ചെയ്യാം കേട്ടോ. PPD പ്യൂരിഫൈഡ് protein derivative DERIVATE derivative, purified protein derivative DERIVATIVE അല്ലെങ്കിൽ ട്യൂബർക്കുലിൻ എന്നും പറയും കേട്ടോ. ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ട്യൂബർക്കുലിൻ എന്ന് എഴുതിക്കോളൂ. ട്യൂബർക്കുലിൻ TUBERCULIN ട്യൂബർക്കുലിൻ. PPD എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള പരിശോധനയാണ്? യെസ്, വെരി ഗുഡ്. TB ചെക്ക് ചെയ്യാനായിട്ട് അല്ലെ, നമ്മുടെ TB പരിശോധനയുടെ ഉപയോഗമാണ് അല്ലെ. നമ്മുടെ ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടാവുന്നത് അല്ലെ. ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് അതൊക്കെ നടത്താൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? PPD ഉപയോഗിക്കുന്നത്. ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ PPD ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. യെസ്, ഓക്കെ. 2 to 8 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ടതാണ് പറഞ്ഞ എല്ലാ ഡ്രഗ്സുകളും എന്ന് പറയുന്നത്. എക്സ്ട്രാ കെയർ കൊടുത്തിട്ട് നമ്മൾ ഏറ്റവും പ്രത്യേകമായിട്ട് കെയർ ചെയ്യേണ്ട ഡ്രഗ്സുകളുടെ കാറ്റഗറിയിലാണ് എന്ത് വരുന്നത്? റെഫ്രിജറേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. നമ്മൾ ഈ മെഡിസിൻസ് സൂക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് എന്താണ് സെപ്പറേറ്റഡ് ആയിട്ടൊരു റെഫ്രിജറേറ്റേഴ്സ് സൂക്ഷിക്കുന്നത് അഭികാമ്യമായിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ് ഇതിന്റെ ടെമ്പറേച്ചർ നമ്മുടെ USP സ്റ്റാൻഡേർഡ് പ്രകാരം 36 to 46 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന നിലയിൽ 2 to 8 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിലെ മെഷർമെന്റ്സിലായിരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒരു തെർമോമീറ്റർ ഉണ്ടായിരിക്കണം, ഒരു ടെമ്പറേച്ചർ ലോഗ് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ദിവസേനയുള്ള ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ലോഗും ഉണ്ടായിരിക്കണം. പിന്നെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സുകൾ നമ്മൾ എക്സ്ട്രാ കെയർ കൊടുത്തു തന്നെ സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. യെസ്, അതിന്റെ എക്സാമ്പിൾ ആണ് ഏതൊക്കെയാണ്? ഫ്ലൂ വാക്സിൻസും PPD. മനസ്സിലായോ? റെഫ്രിജറേറ്റഡ് ഡ്രഗ്സ്. ഇനി അടുത്തത് എന്താണ്? ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള ഡ്രഗ്സ് ആണ്? ഔട്ട്ഡേറ്റഡ്, കാലഹരണപ്പെട്ടത് അല്ലെ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണോ ഔട്ട്ഡേറ്റഡ് എന്ന് പറയുന്നത്? എക്സ്പയറി കഴിഞ്ഞതാണ് അല്ലെ. വെരി ഗുഡ് അല്ലെ. ഇവ സ്ഥിരമായിട്ട് നമ്മൾ പരിശോധിച്ചിരിക്കണം അല്ലെ. പ്രത്യേകിച്ചും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സുകൾ നമ്മൾ സ്ഥിരമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിക്കേണ്ടത് ആരൊക്കെയാണ്? പ്രൊസീജിയർ ഫോർ ചെക്കിംഗ് RPH പ്ലസ്നസ്. RPH എന്ന് പറയുന്ന ആരാണ്? RPH. ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ഡിപ്ലോമയിൽ ഇതൊന്നും പഠിച്ചിട്ടില്ലേ പിള്ളേരെ? രജിസ്റ്റേർഡ് ഫിസിഷ്യൻ ആണോ RPH? രജിസ്റ്റേർഡ് ഫിസിഷ്യൻ ആണോ? രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആണോ? ഇത് സ്ഥിരീകരിക്കാമോ? രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആണോ? രജിസ്റ്റേർഡ് ഫിസിഷ്യൻ ആണോ? സിജാൻ കുറെ വരുന്നുണ്ടല്ലോ.
ഫാർമസിസ്റ്റ് ആണ് അല്ലെ? യെസ്, വെരി ഗുഡ്. പ്രൊസീജിയർ ഫോർ ചെക്ക്. അപ്പോൾ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടത് RPH+ നേഴ്സ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റും നേഴ്സും ആയിരിക്കും എന്ത് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ സ്ഥിരമായിട്ട് പരിശോധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ കോപ്പറേഷൻ വിത്ത് വെഞ്ചർ ഫാർമസിസ്റ്റ് എന്താ പറയുന്നത്? വെഞ്ചർ ഫാർമസിസ്റ്റുമായിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള ഒരു കോപ്പറേഷൻ നടത്തണം. ഓക്കെ, അതായത് വെഞ്ചർ ഫാർമസിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മെഡിക്കേഷൻസ് കൊണ്ടുവരുന്ന വ്യക്തികളാണ് അല്ലെ, കച്ചവടക്കാരാണ്. അപ്പം ഇത്തരം ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതാണോ? നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യകതയുണ്ടോ ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ? എന്ത് ചെയ്യണം? ഇല്ല, അത് ആവശ്യാനുസരണം നമ്മളത് നീക്കം ചെയ്യേണ്ടതാണ്. അപ്പൊ കൊണ്ടുവരുന്ന വെഞ്ചർ ഫാർമസിസ്റ്റുമായിട്ട് നമ്മൾ നല്ല കോപ്പറേറ്റീവ് ആയിട്ട് പോയാൽ മാത്രം നമുക്ക് എന്താണ് അത്തരത്തിലുള്ള മരുന്നുകളൊക്കെ നിരന്തരമായിട്ട് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ വരുന്ന വെഞ്ചർ ഫാർമസിസ്റ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമായിട്ടൊരു കോപ്പറേഷൻ നടത്തേണ്ടതുണ്ട് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സിന്റെ കാര്യത്തിൽ. അപ്പൊ ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് സ്ഥിരമായിട്ട് നോക്കേണ്ടതും RPH നേഴ്സും കൂടി ചേർന്നിട്ട് അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് നമ്മൾ വെൻഡർ ഫാർമസിസ്റ്റുമായിട്ട് ഒരു ആവശ്യമായിട്ട് കോർപ്പറേഷൻ കൂടി ഈ ഒരു സമയത്ത് നടത്തേണ്ടതാണ് കേട്ടോ. യെസ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസ്കണ്ടിന്യൂഡ് ഡ്രഗ്സ് ആണ്. ഡിസ്കണ്ടിന്യൂഡ് ഡ്രഗ്സ് എന്താ കുട്ടികളെ? ഡിസ്കണ്ടിന്യൂഡ് ഡ്രഗ്സ് ഡിസ്കണ്ടിന്യൂഡ് ഉപയോഗം നിർത്തിയ മരുന്നുകളാണ് അല്ലെ? ഉപയോഗം നിർത്തലാക്കിയ മരുന്നുകളുടെ കാറ്റഗറിയാണ്. നോക്കാം അതെങ്ങനെയാണെന്ന്. Procedure for handling controlled drugs. Procedure for handling non-controlled drugs. Drugs with resident at a discharge, drug brought into the facility with a no order. Okay. Procedure for handling controlled drugs. എന്താ പറയുന്നത്? ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? കൺട്രോൾഡ് ഡ്രഗ്സ് കൈകാര്യം ചെയ്യുന്നതിന് എന്തുണ്ട്? പ്രത്യേകമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ? കൺട്രോൾഡ് ഡ്രഗ്സുകൾ കൈകാര്യം ചെയ്യുന്നതിന് നമുക്ക് എന്തുണ്ട്? പ്രത്യേകമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? നോൺ കൺട്രോൾ ഡ്രഗ്സിന് എന്തുണ്ട്? പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നതുമായി ബന്ധപ്പെട്ട് അതിനും എന്തുണ്ട്? പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ കൺട്രോൾഡ് ഡ്രഗ്സിന് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അതേപോലെ തന്നെ എന്താണ് നോൺ കൺട്രോൾഡ് ഡ്രഗ്സിന് എന്തുണ്ട്? അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ രണ്ട് പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ഡ്രഗ്സുകൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ, അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇനി ഡ്രഗ്സ് വിത്ത് റെസിഡന്റ് അറ്റ് ഡിസ്ചാർജ്. ഡ്രഗ്സ് വിത്ത് റെസിഡന്റ് അറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു രോഗി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് ബാക്കിയുള്ള മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള മരുന്നുകൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിയായ രീതിയിലായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഒരു രോഗി ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്ന ബാക്കി ഡ്രഗ്സുകൾ ഉണ്ടാവും അല്ലെ? ഉപയോഗം നിർത്തിയതായിരിക്കണം. അപ്പൊ അത് എന്ത് ചെയ്യണം? നമ്മളത് ശരിയായ രീതിയിൽ അത് ക്രമീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, then drugs brought into the facility with no order. Drugs brought into the facility with no order. എന്താ പറയുന്നേ? Drugs brought into the facility with no order. No order. ഡോക്ടർ ഓർഡർ ചെയ്യാതെ ഫെസിലിറ്റിയിൽ കൊണ്ടുവരുന്ന മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാമോ? ഡോക്ടർ ഓർഡർ ചെയ്യാതെ ഉപയോഗിക്കുന്നതല്ല, പ്രത്യേകം പരിശോധിച്ചിട്ടായിരിക്കണം അല്ലെ? ഉപയോഗിക്കുന്നതിന് മാനദണ്ഡങ്ങളുണ്ട്. അപ്പൊ പ്രത്യേകം പരിശോധിച്ചിട്ട് മാത്രമായിരിക്കണം നമ്മളത് കൈകാര്യം ചെയ്യേണ്ടത്. ഓക്കെ, ഒരിക്കലും ഡോക്ടർ ഓർഡർ ചെയ്യാതെ വരുന്ന മരുന്നുകള് പ്രത്യേകം രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. വേണ്ട രീതിയിൽ അത് ഇൻസ്പെക്ട് ചെയ്തിട്ട് മാത്രമായിരിക്കണം ബാക്കിയുള്ള നടപടികൾ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, യെസ്. ഇപ്പൊ ഡിസ്കണ്ടിന്യൂ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൺട്രോൾഡ് ഡ്രഗ്സിനും നോൺ കൺട്രോൾ ഡ്രഗ്സിനും അതിൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ രോഗി ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ബാക്കിയുള്ള മരുന്നുകൾ നമ്മൾ ശരിയായ രീതിയിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഫെസിലിറ്റി ഡോക്ടർ ഓർഡർ ഇല്ലാതെ നമ്മൾ ഒരു മരുന്നുകളും ശരിയായ രീതിയിൽ ഡോക്ടർ ഓർഡർ നൽകാതെ നമ്മൾ എന്ത് ചെയ്യരുത്? ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് തെറ്റാണ് അല്ലേ? അതായത് ഡോക്ടേഴ്സ് ഓർഡർ ചെയ്യാത്ത മരുന്നുകൾ നമ്മൾ എത്രത്തോളം വിശ്വസ്തയോടെ ഉപയോഗിക്കും? അവിടെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ പ്രത്യേകിച്ച് ഡോക്ടർ ഓർഡർ ഇല്ലാതെ ഫെസിലിറ്റിയിൽ കൊണ്ടുവരുന്ന മരുന്നുകൾ പ്രത്യേകമായിട്ട് നമ്മൾ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളത് ഉപയോഗിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. മനസ്സിലായതാ? നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് കാർഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ട്രീറ്റ്മെന്റ് കാർഡ് സ്റ്റോറേജ്. ട്രീറ്റ്മെന്റ് കാർഡ് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ വരുന്ന മരുന്ന് മെഡിക്കേഷൻസുമായി ബന്ധപ്പെട്ട നമ്മുടെ ട്രീറ്റ്മെന്റ് കാർഡുകളുടെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? വർക്ക് ആൻഡ് ക്ലീൻ പ്രോപ്പർ ലേബൽസ് എക്സ്പയറേഷൻ ഡേറ്റ്സ്.
വർക്ക് കെപ്റ്റ് നമ്മളിത് എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? ഇവ ഒരു നിശ്ചിത സ്ഥലത്ത് നമ്മൾ സൂക്ഷിക്കണം. സ്പെസിഫിക് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളത് കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, ഇനി ക്ലീൻ ആയിരിക്കണം. കാർട്ട് എപ്പോഴും എങ്ങനെയായിരിക്കണം? എപ്പോഴും വളരെ ഹൈജീനിക് ആയിട്ട് ക്ലീൻ ആയിട്ടായിരിക്കണം നമ്മളത് സൂക്ഷിക്കേണ്ടത്. മരുന്നുകൾ എടുക്കുന്ന കാർഡ്സിൽ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ദെൻ പ്രോപ്പർ ലേബൽസ് എന്ന് പറയുന്നത് പ്രോപ്പർ ലേബൽസ് കാർഡുകൾ വ്യക്തമായിട്ട് ലേബൽ ചെയ്തിട്ടായിരിക്കണം സൂക്ഷിക്കേണ്ടത് അല്ലെ. പ്രത്യേക രീതിയിൽ ലേബൽ ചെയ്തിട്ട് വ്യക്തമാവുന്ന രീതിയിൽ നമ്മൾ ലേബൽ ചെയ്യുന്നത് ലെജിബിൾ ആവുന്ന രീതിയിലായിരിക്കണം നമ്മളത് രേഖപ്പെടുത്തേണ്ടത്. ഓക്കെ, ശരിയായ രീതിയിൽ ലേബൽ ചെയ്തിരിക്കണം. ദെൻ എക്സ്പിറേഷൻ ഡേറ്റ് എന്താണ് എക്സ്പിറേഷൻ ഡേറ്റ്? മരുന്നുകളുടെ എക്സ്പയറി ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് ശരിയായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് അല്ലെ. യെസ്, എക്സ്പയറി ഡേറ്റ് കൃത്യമായിട്ട് നോക്കിയിട്ടായിരിക്കണം കാർഡ്സിലെ മരുന്നുകൾ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഓക്കെ, അതിന്റെ കാലാവധി നിർബന്ധമായിട്ട് നമ്മൾ പരിശോധിച്ചിരിക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നത്? മെഡിക്കേഷൻ കാർഡ്സുമായി, ട്രീറ്റ്മെന്റ് കാർഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട്. മെഡിക്കേഷൻ കാർഡ്സ് അല്ല കേട്ടോ, ട്രീറ്റ്മെന്റ് കാർഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് അത് എവിടെയായിരിക്കണം? ഒരു നിശ്ചിത സ്ഥലത്ത് കൃത്യമായി സൂക്ഷിക്കണം, ക്ലീൻഡ് ആയിരിക്കണം, വ്യക്തമായി ലേബിൾ ചെയ്തിരിക്കണം, എക്സ്പയറി ഡേറ്റ് നമ്മൾ സ്ഥിരമായിട്ട് പരിശോധിക്കുകയും വേണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻസ്പെക്ഷൻ ഫോംസ് ആണ്. ഇൻസ്പെക്ഷൻ ഫോംസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മരുന്നുകൾ പരിശോധിക്കുന്നതിനുള്ള ഇൻസ്പെക്ഷൻ ഫോംസ് ആണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനെ കുറിച്ചിട്ടാണ്? ഡ്രഗ് സ്റ്റോറേജ് പ്രിക്കോഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതിലെ പ്രിക്കോഷൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് ഇൻസ്പെക്ഷൻ ഫോംസുകൾ ഉണ്ടായിരിക്കുന്നത്. അതിനുമാണ് ഈ മരുന്നുകൾ വ്യക്തമായി പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്പെക്ഷൻ ഫോംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതെന്താണെന്ന് കൊടുത്തിട്ടില്ല. ഇൻസ്പെക്ഷൻ ഫോംസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോക്കുന്ന പ്രത്യേക കാര്യങ്ങളായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ കൃത്യമായ മരുന്നുകളുടെ പേര്, അത് എത്ര എണ്ണമാണ്, അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്, ക്വാളിറ്റി എത്രയാണ്, അതിന്റെ മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫോംസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, യെസ്, അത് ഇൻസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ സ്റ്റോറേജ് ഓഫ് മെഡിസിൻ ഇൻ പേഷ്യൻസ് റൂം, സ്റ്റോറേജ് ഓഫ് മെഡിക്കേഷൻസ് ഇൻ പേഷ്യൻസ് റൂം. എന്താ പറയുന്നത്? സ്റ്റോറേജ് ഓഫ് മെഡിക്കേഷൻസ് ഇൻ പേഷ്യൻസ് റൂംസ്. നമ്മൾ രോഗിയുടെ മുറിയിൽ വെക്കുന്ന മരുന്നുകൾ ഉണ്ടാവും അല്ലെ. എല്ലാ മരുന്നുകളും രോഗിയുടെ റൂമിൽ നമ്മൾ വെക്കാറുണ്ടോ? എല്ലാ മരുന്നുകളും അതേപോലെ തന്നെ സൂക്ഷിക്കാറുണ്ടോ? ഇല്ല. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും? റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളാണെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും? ഫ്രിഡ്ജിലായിരിക്കും നമ്മൾ സൂക്ഷിക്കുന്നത് അല്ലെ. പ്രത്യേകിച്ച് കോൾഡ് ടെമ്പറേച്ചർ ആവശ്യമായിട്ട് വരുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് രോഗിയുടെ മുറിയിൽ നമ്മൾ സൂക്ഷിക്കാറില്ല. അപ്പൊ രോഗിയുടെ മുറിയിൽ വെക്കേണ്ട മരുന്നുകൾ ശരിയായ രീതിയിൽ ആയിരിക്കണം നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതിൽ റൂം ടെമ്പറേച്ചർ നിലനിർത്താൻ പറ്റുന്ന മരുന്നുകൾ മാത്രമായിരിക്കും രോഗിയുടെ മുറിയിൽ നമ്മൾ നിലനിർത്തുന്നത്. ബാക്കിയുള്ളത് എങ്ങനെയായിരിക്കും? റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കേണ്ട ഡ്രഗ്സുകളാണെങ്കിൽ അത് നമ്മൾ നഴ്സിംഗ് സ്റ്റേഷനിൽ തന്നെയായിരിക്കും സൂക്ഷിക്കുന്നത് കേട്ടോ. ഓക്കെ ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചത് സ്റ്റോറേജ് പ്രിക്കോഷൻസ് ഓഫ് ഡ്രഗ്സ് ആണ്. ഏതൊക്കെ കാറ്റഗറീസ് പഠിച്ചു? നോൺ ഡ്രഗ്സും RX ഡ്രഗ്സുകളും ലോക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. എക്സ്റ്റേണൽ ഡ്രഗ്സും ഇന്റേണൽ ഡ്രഗ്സും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ സൂക്ഷിക്കേണ്ടത്. റെഫ്രിജറേറ്റർ ഡ്രഗ്സുകളുടെ കാര്യങ്ങൾ പഠിച്ചു. റെഫ്രിജറേറ്റർ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് USP സ്റ്റാൻഡേർഡ് പ്രകാരമായിരിക്കണം. ഒരു 36 ഫാരൻഹീറ്റ് എന്ന രീതിയിലായിരിക്കണം അതിന്റെ ടെമ്പറേച്ചർ സൂക്ഷിക്കേണ്ടത്. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് നമ്മൾ നിരന്തരമായിട്ട് RPH നേഴ്സും ആയിരിക്കണം അത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യേണ്ടത്. പിന്നെ ഡിസ്കണ്ടിന്യൂ ഡ്രഗ്സിന് കൺട്രോൾ ഡ്രഗ്സും നോൺ കൺട്രോൾ ഡ്രഗ്സും ഹാൻഡിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് അനുസരിച്ചിട്ടായിരിക്കണം ഇത്തരം മരുന്നുകൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ എന്താ പറയുന്നത്? ഡോക്ടേഴ്സിന്റെ ഓർഡർ ഇല്ലാതെ വരുന്ന മരുന്നുകൾ നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ചിട്ടായിരുന്നു അത് ക്രമീകരിക്കേണ്ടത്. ട്രീറ്റ്മെന്റ് കാർട്ടേജ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കേണ്ടത്. നിശ്ചിത സ്ഥലത്ത് സൂക്ഷിക്കുക, ക്ലീൻ ആയിരിക്കണം, പ്രോപ്പർലി ലേബിൾ ചെയ്തിരിക്കണം, എക്സ്പയറി ഡേറ്റ് കൃത്യമായിട്ട് പരിശോധിക്കണം. പിന്നെന്താണ്? മരുന്നുകളുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ഷൻ ഫോംസ് ഉണ്ടായിരിക്കും. ദെൻ പേഷ്യൻസിന്റെ റൂമിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളുടെ പ്രത്യേകം രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഒന്ന് വേണമെങ്കിൽ ഓടിച്ച് വായിച്ചിട്ട് വന്നു. പെട്ടെന്ന് ഒന്ന് നോക്കിയിട്ട് വന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും ഒക്കെ പോയി കിടപ്പുണ്ടോ നോക്കിയേ. ടെസ്റ്റ് വന്നു. ഓക്കെ, സന്തോഷം.
PPM. Purified protein derivatives. Expansion എഴുതിയെടുക്കാനാണോ? Expansion എഴുതിയെടുക്കാനാണോ? എഴുതിട്ടോ. Purified protein derivative. ബ്രാക്കറ്റിൽ tuberculin ഉണ്ട് കേട്ടോ. Tuberculin. Purified protein derivative. DERIVATE. Derivative. DERIVATIVE കേട്ടോ. Derivative. Okay. അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാം tuberculin. Tuberculin. നമ്മുടെ TB പരിശോധനയാണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ. ട്യൂബർക്കുലിൻ സ്കിൻ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ PPD ഒക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങൾ PPD എന്ന് പറഞ്ഞ വേറെ കോണ്ടെക്സ്റ്റിൽ പൾമണറി പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് എന്ന് കാണാറുണ്ടാവും കേട്ടോ. പൾമണറി പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് അത് വേറെ കോണ്ടെക്സ്റ്റിൽ. ഇവിടെ നമ്മൾ റെഫ്രിജറേറ്റർ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് PPD എന്ന് പറയുന്നത് തന്നെയാണ് കേട്ടോ. പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് എന്ന് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പയറി ഡേറ്റ് ഓഫ് ഡ്രഗ്സ്. സിമ്പിൾ ആണ് അല്ലേ? അറിയാം നിങ്ങൾക്ക് മാനുഫാക്ചറിങ് ഡേറ്റ് എന്താണെന്ന് അറിയാം, എക്സ്പയറി ഡേറ്റ് എന്താണെന്ന് അറിയാം. പക്ഷെ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അല്ലെ? അറിയാൻ പറ്റും. പ്രൊഡക്ഷൻ ഡേറ്റ് ഓർ മാനുഫാക്ചറിങ് ഡേറ്റ്. രണ്ട് പേരിൽ അതാണ് പഠിക്കുന്നത്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡേറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡേറ്റ്. രണ്ടും ഒന്ന് തന്നെയാണോ? യെസ്, ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ രണ്ടും ഓർത്ത് വയ്ക്കുക. പ്രൊഡക്ഷൻ ഡേറ്റും മാനുഫാക്ചറിങ് ഡേറ്റും ഒന്ന് തന്നെയാണ്. Is the date when the drug was manufactured. More accurately, it is the date when the batch or lot of cosmetic was produced. Okay. So, എന്താണ് പ്രൊഡക്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത്? നമ്മളൊരു മരുന്ന് മാനുഫാക്ചർ നിർമ്മിച്ച തീയതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ ഡേറ്റ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡേറ്റ് എന്ന് പറയുന്നത്. ഒരു മരുന്ന് നിർമ്മിച്ച തീയതി. ഓക്കെ. കുറച്ചുകൂടി പ്രത്യേക രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ ഡേറ്റ് വെൻ ദ ബാച്ച് ഓഫ് ലോട്ട് ഓഫ് കോസ്മെറ്റിക് വാസ് പ്രൊഡ്യൂസ്ഡ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഒരു പ്രത്യേക ബാച്ച് അല്ലെങ്കിൽ പ്രത്യേക ലോട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ബാച്ചിന്റെ മരുന്ന് നിർമ്മിച്ച തീയതിയാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡേറ്റ് അഥവാ മാനുഫാക്ചറിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ ഭാഗമൊക്കെ. It is the date when the drug was manufactured. More accurately, it is the date when the batch of cosmetic was produced. Okay. Okay, yes. Then expiry date നോക്കാം. It's a date when the drug expired and should not be used. Expiry date എന്താണ്? It is a date when the drugs expired and should not be used. Expiry date എന്താണ്? കാലാവധി അവസാനിച്ചതാണ് അല്ല, മരുന്നിന്റെ കാലാവധി അവസാനിച്ച ഒരു പീരീഡിനെ നമ്മൾ എന്ന് പറയുന്നത് എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. യെസ്, മനസ്സിലായോ? യെസ്. അപ്പൊ എക്സ്പയറി ഡേറ്റ് എങ്ങനെയായിരിക്കും നമ്മൾ കണക്കാക്കുന്നത്? എക്സ്പയറി ഡേറ്റ് എങ്ങനെയായിരിക്കും കണക്കാക്കുന്നത് നോക്കാട്ടോ. The date of manufacturing is also expressed as a month, a year. നമ്മളൊരു മരുന്ന് നിർമ്മിച്ച തീയതി വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടോ? മാനുഫാക്ചറിംഗ് ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവോ? അല്ലെ? നമുക്ക് നോക്കാട്ടോ. ഒരു മിനിറ്റ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ടാവോ? നിങ്ങളുടെ മീറ്റ് ഇടുമ്പോ PDF ഇടുമ്പോ മീറ്റോ? അപ്പൊ രണ്ടും ഇങ്ങനെ മാറി നോക്കുന്നതാണ് കേട്ടോ, അല്ലാതെ ഇട്ടിട്ട് പോകുന്നതല്ല. ശ്രദ്ധിക്കുക. The date of manufacturing is also expressed as month and year. അല്ലെ? മന്ത് ഇയറിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെ? The medicine manufactured on 1st April and the medicine manufactured on 30th April would have the same date of expiry. Expecting a shelf life of 3 years, the date of expiry is to be printed as March 2015 for drugs manufactured in April 2012. Okay. ഇവിടെ പറയുന്നത് 1st April നിർമ്മിച്ച മരുന്നും 30th April നിർമ്മിച്ച മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് സെയിം ആയിരിക്കോ? April 1-ാം തീയതി തയ്യാറാക്കിയ മരുന്നും April 30-ാം തീയതി മാനുഫാക്ചർ ചെയ്ത മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് ഒന്നായിരിക്കും പിള്ളേരെ?
സെയിം ആയിരിക്കും കേട്ടോ. ഏപ്രിൽ 1 നിർമ്മിച്ച മരുന്നാണെങ്കിലും ഏപ്രിൽ 30 നിർമ്മിച്ച മരുന്നാണെങ്കിലും ഇതിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് സെയിം ഡേറ്റ് തന്നെയായിരിക്കും. ഓക്കെ, വ്യത്യാസമില്ല, മന്തിൽ വരുന്നതിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ. അപ്പൊ ഒരു മരുന്നിന്റെ ഒരു ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് എത്ര വർഷമാണ്? എക്സ്പെക്ടിംഗ് ലൈഫ് എന്ന് പറയുന്നത് 3 years ആണ് കേട്ടോ. ഒരു മരുന്നിന്റെ എക്സ്പെക്ടിംഗ് ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 3 years ആണ്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ ഒരു മരുന്നിന്റെ ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എക്സ്പയറി ഡേറ്റ് ഈസ് ടു പ്രിന്റഡ് മാർച്ച് 2015. പ്രൊഡക്ട്സ് മാനുഫാക്ചർഡ് ഇൻ ഏപ്രിൽ 2012. എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 2015 എക്സ്പയറി ഡേറ്റ്. അപ്പൊ അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് എപ്പോഴായിരിക്കും? മാനുഫാക്ചർ ചെയ്ത ഡേറ്റ് എന്നാണ്, അത് നിർമ്മിച്ച തീയതി എന്നാണ്? 3 വർഷം മുന്നേ ആലോചിക്കേ, അവിടെ തന്നെ നോക്കി പറ. എക്സ്പയറി ഡേറ്റ് 2015 ആണ്. 2012 തീരുമാനിച്ചല്ലേ അത് നിർമ്മിച്ചത്. കാരണം 3 വർഷമാണ് അല്ലെ, 3 വർഷം അങ്ങനെ ആലോചിക്കാം. ഇനി മാനുഫാക്ചറിംഗ് ഡേറ്റ് ഞാൻ ചോദിക്കട്ടെ, മാനുഫാക്ചറിംഗ് ഡേറ്റ് 2015 മാർച്ച് 2015 മാനുഫാക്ചറിംഗ് ഡേറ്റ് വരുന്നത്. അപ്പൊ അതിന്റെ എക്സ്പയറി ഡേറ്റ് എപ്പോഴായിരിക്കും? എക്സ്പയറി ഡേറ്റ് എപ്പോഴായിരിക്കും? കണക്കങ്ങ് കൂട്ട്. 2018, മാർച്ച് 2018. യെസ്, വെരി ഗുഡ്. ഫെബ്രുവരി 2018. ഇങ്ങനെ കുറെ വരും. എക്സാക്ട് ആയിട്ട് പറഞ്ഞേ, ഇയർ പറഞ്ഞേ, ഇയർ പറഞ്ഞേ. മാർച്ച് 2015 നിർമ്മിച്ച മരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് എപ്പോഴായിരിക്കും? മിസ്സേ, ഞാൻ പണ്ടേ കണക്കിന് വീക്ക ആണോ? 2018 മാർച്ച്. സീറ്റ കറക്റ്റ് ആണോ? ഫെബ്രുവരി 2018 ആണെന്ന്. ഇവിടെ മാർച്ചിന്റെ മേളമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ മാർച്ച് തന്നെ പറയുന്നത്? എന്താ പിള്ളേരെ? മാനുഫാക്ചറിംഗ് ഡേറ്റ് എപ്പോഴാണ്? മാനുഫാക്ചർ ചെയ്ത ഡേറ്റ് എപ്പോഴാണ്? മാർച്ചിലാണ് അല്ലെ? അപ്പൊ അതിന്റെ എക്സ്പയറി ഡേറ്റ് വരുമ്പോ എങ്ങനെയായിരിക്കും? മാർച്ച് 2015. ഓക്കെ, ശരി. ഇനി ഇതേപോലെ എക്സാമിന് ചോദിച്ചു എന്നാല് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കൊള്ളില്ലേ ധൈര്യമായിട്ട്? എഴുതും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കാം. ഒന്നുകൂടി പറയട്ടെ. മാനുഫാക്ചറിംഗ് ഡേറ്റ് ഇപ്പൊ ഈ എക്സാം വിളിച്ചിട്ടാണ് ടീച്ചർ പറയുന്നത്. മാനുഫാക്ചറിംഗ് ഡേറ്റ് 2012. ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് 3 years. എക്സ്പയറി ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മാർച്ച് 2015. ഓക്കെ, ക്ലിയർ? ആ, 1 month ഇയർലി ആണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, 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 ശരിയാണ് കേട്ടോ. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം വരാറില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. വന്നാൽ എഴുതുമെന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. അങ്ങനെ ചോദ്യം വരാറില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. ഇനി ഞാൻ ചോദിച്ചാൽ അത് കയ്യിൽ നിന്ന് എടുത്തിട്ട് എഴുതിക്കോളാം. ചോദിക്കില്ലടോ, ഞാനല്ലേ പറയുന്നത്. കൈ നോക്കിയല്ലേ നിങ്ങൾ പഠിക്കുന്നേ. യെസ്. അപ്പൊ ഈ ആദ്യത്തെ 2 ഭാഗങ്ങൾ പഠിക്കണം. എക്സ്പയറി ഡേറ്റ് എന്താണെന്നും മാനുഫാക്ചറിംഗ് ഡേറ്റ് എന്താണെന്ന് മാത്രം ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കാം കേട്ടോ. യെസ്, പ്രൊഡക്ഷൻ ഡേറ്റിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് ഏതെങ്കിലും ആയിരിക്കും ഒന്ന് കാണുന്നത് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. എന്താണ്? ഇറ്റ് ഇസ് എ ഡേറ്റ് when the drug was manufactured. Then expiry date എന്ന് പറയുന്നത് is a date when the drugs expired and should not be used. ഇത് രണ്ടും ഓർത്ത് വെക്കുക കേട്ടോ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ ലാസ ഡ്രഗ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലാസ ഡ്രഗ്സ്, LASA, ലാസ ഡ്രഗ്സ് എന്താണ്? ലുക്ക് അലൈക്ക് ആൻഡ് സൗണ്ട് അലൈക്ക്. എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത? ലാസ ഡ്രഗ്സ് നമ്മൾ ചില മരുന്നൊക്കെ കാണുമ്പോൾ ചില മരുന്നുകളൊക്കെ ഡോക്ടർ പറയുന്നത് ഇതൊക്കെ ഒരേപോലെ എന്നൊക്കെ തോന്നാറുണ്ട് അല്ലെ? അത് തന്നെ ഇത് തോന്നാറില്ലേ? ചില പ്രൊണൗൺസിയേഷൻ ഒക്കെ കേൾക്കുമ്പോ ചിലപ്പോ ലുക്കിലും തോന്നും, കണ്ടു കഴിഞ്ഞാലും തോന്നും ഇത് രണ്ടും ഒന്നാണെന്നൊക്കെ. സെയിം ആയിട്ട് തോന്നും കാണുമ്പോ ഒരേപോലെ. എന്തിലായിരിക്കും ഒരേപോലെ തോന്നുന്നത്? കാഴ്ചയിലും ശബ്ദത്തിലും ഒരേപോലെ തോന്നുന്ന മരുന്നുകളാണ് എന്ത്? ലാസ ഡ്രഗ്സ് എന്ന് പറയുന്നത് അല്ലെ? ലുക്കിലും സൗണ്ടിലും ഒരേപോലെ സിമിലാരിറ്റി തോന്നുന്ന മരുന്നുകളാണ് ലാസ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ,
LASA drugs are medication that look or sound similar to each other, either by their generic name or brand name. They might have similar packaging, similar sound names, or similar spelling. Okay, LASA drugs ന്റെ പ്രത്യേകത എന്താണ്? മെഡിക്കേഷൻസ് എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഇങ്ങനെയായിരിക്കും ശബ്ദത്തിലോ അല്ലെങ്കിൽ അതിന്റെ കാഴ്ചയിലും ഒരേപോലെ തോന്നുന്ന, ടേസ്റ്റിലും ഒരേപോലെ തോന്നുന്ന മരുന്നുകളാണ് LASA drugs എന്ന് പറയുന്നത്. ഇപ്പൊ ജനറിക് നെയിം അല്ലെങ്കിൽ ജനറിക് ഡ്രഗ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് നെയിമിലെ സാമ്യമുള്ള മരുന്നുകളായിരിക്കും ഇതിൽ ഉൾപ്പെടാം. ജനറിക് മരുന്ന് അല്ലെങ്കിൽ എന്താ പറയാ ബ്രാൻഡ് നെയിമിന്റെ മരുന്നുകളാണെങ്കിൽ സിമിലാരിറ്റി നമുക്ക് തോന്നുന്ന രീതിയിലായിരിക്കും കാണാൻ സാധിക്കും. അപ്പൊ എന്തിലൊക്കെയാണ് സിമിലാരിറ്റി പ്രധാനമായിട്ട് തോന്നുന്നത്? അതിന്റെ പാക്കിങ്ങിൽ തോന്നും അല്ലെ, അതിന്റെ പാക്കേജിംഗിൽ കണ്ട ഒരേപോലെ തോന്നാം. സൗണ്ട് നെയിംസ് അല്ലെ, യെസ്, അതേപോലെ സ്പെല്ലിങ്സ് വരെ കറക്റ്റ് ആയിരിക്കും. സ്പെല്ലിംഗിൽ അങ്ങനെ തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ അതിന് 2 എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. Prozac a lot like Proloxex when set up. അതായത് Prozac and Proloxex ഇത് രണ്ടും നിങ്ങൾ പറഞ്ഞു നോക്കിയാണ്. Prozac Proloxex രണ്ടും ഒരേപോലെ ഒന്നുണ്ടോ? ചെറുതായിട്ട് അല്ലേ? Prozac Proloxex രണ്ടും ഒരേ മരുന്നാണോ? രണ്ടും മരുന്നാണ് അല്ലെ? സൗണ്ട് ഒന്ന് പറഞ്ഞു നോക്കി, പ്രൊണൗൺസ് ചെയ്ത് നോക്ക്. ചിരി വന്ന പറഞ്ഞിട്ട് അവരൊക്കെ ചിരി വന്നത് പറഞ്ഞിട്ട്. ലെവോസിൻ ജയ വന്നിട്ടുണ്ടോ? അത് ചെറിയൊരു മിസ്മാച്ചിങ് ഉണ്ട്. വേറെ ഏതെങ്കിലും പറഞ്ഞേ? വേറൊരു എക്സാമ്പിളോട് പറയാം. രസമുള്ള ഒരു എക്സാമ്പിളോട് പറഞ്ഞേ. ഡോക്ടർമൈൻ കറക്റ്റ് ആണ്. പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. എന്താണ് LASA ഡ്രഗ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതിന്റെ ലുക്കും സൗണ്ടും ഒരേപോലെ ആയിരിക്കും. അങ്ങനെ തോന്നുന്ന സിമിലാരിറ്റി തോന്നുന്ന ഡ്രഗ്സുകളാണ് ഇത് LASA ഡ്രഗ്സ് എന്ന് പറയാം. ആസിൻസാനാസോ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഇങ്ങനെ പേരുകൾ, ഇങ്ങനെ മരുന്നുകൾ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾക്ക് വാങ്ങിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ മരുന്നുകൾ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ സൂക്ഷിക്കരുത്. ഇതെങ്ങനെയായിരിക്കണം നമ്മൾ ഇത് സംരക്ഷിക്കേണ്ടത്? ഒരേപോലെ തോന്നുന്നതും ഒരേ സൗണ്ടൊക്കെ ഉള്ള മരുന്നുകൾ പാക്കേജ് വരെ ഒരുപോലെ ഇരിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പ്രത്യേകം എന്ത് ശ്രദ്ധിക്കണം? The LASA medication should be stored separately into 2 racks in pharmacy stores. Group 1 medication in one rack and Group 2 medication in other rack to avoid medication error. ഓക്കെ, അപ്പൊ LASA ഡ്രഗ്സുകൾ ഇതേപോലെ തോന്നുന്നത് കൊണ്ട് തന്നെ ഒരേപോലെ സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത്. വേർതിരിച്ച് നമ്മൾ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഫാർമസിയിൽ നമ്മൾ 2 റാക്സുകളായിട്ടായിരിക്കും ഇത് സ്റ്റോർ ചെയ്യേണ്ടത്. 2 റാക്സിലായിരിക്കും നമ്മൾ ഇത് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റോർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം? ഗ്രൂപ്പ് മെഡിക്കേഷൻസ് ഒരു വൺ റാക്കിലും ഗ്രൂപ്പ് 2 മെഡിക്കേഷൻസ് സെക്കൻഡ് റാക്കിൽ എന്ന രീതിയിലായിരിക്കണം നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യേണ്ടത്. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? മെഡിക്കേഷൻ ഇറേഴ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ LASA ഡ്രഗ്സ് പ്രധാനമായിട്ടും നമ്മൾ എപ്പോഴും ഔട്ട്മോസ്റ്റ് കെയർ കൊടുത്ത് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 2 റാക്സിൽ സൂക്ഷിക്കുക. മെഡിക്കേഷൻ 1 എന്നും ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എന്ന രീതിയിൽ അതിനെ സെപ്പറേറ്റ് റാക്കുകളിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സൂക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത്? മെഡിക്കേഷൻ ഇറേഴ്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റഡ് ആയിട്ട് സൂക്ഷിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? In parts emergency and operation theatre, the LASA drugs should be stored in separate drug skins or plastic boxes. ഇനി പ്രത്യേകിച്ച് വാർഡുകളിൽ അല്ലെങ്കിൽ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ ഔട്ടിയിലൊക്കെ ഈ ഡ്രഗ്സിന് പ്രത്യേകമായിട്ട് എന്താണ്? സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ സൂക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സെപ്പറേറ്റ് ഡ്രഗ് ബിൻസിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോക്സസിലൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനെ സെപ്പറേറ്റഡ് ആയിട്ട് സൂക്ഷിക്കുന്നത്. ഓക്കെ, മാറിപ്പോയാൽ പ്രശ്നമുണ്ടോ? പ്രശ്നമാണ്, മാറിപ്പോകാൻ പാടില്ല അല്ലെ? പല കോംപ്ലിക്കേഷൻസ് സംഭവിച്ചേക്കാം. അപ്പൊ പ്രത്യേകമായിട്ട് നമ്മൾ അത്രയും ഔട്ട്മോസ്റ്റ് കെയർ കൊടുക്കേണ്ട മറ്റൊരു കാറ്റഗറി ഓഫ് ഡ്രഗ്സ് ആണ് LASA ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് ചിലപ്പോൾ മാറിപ്പോകുന്ന ഡ്രഗ്സ് ആണ്. അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ക്ലിയർ ആണോ? LASA ഡ്രഗ്സ്, LASA മെഡിസിൻസ് ക്ലിയർ ആണോ? അപ്പൊ ഈ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? മരുന്നെടുക്കുന്നതിൽ പിശകുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ പിള്ളേരെ. ഓക്കെ,
ഇതിലൂടെ മരുന്നുകൾ തെറ്റായി തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ റാക്കുകളായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഏതൊക്കെ പ്രൊഫഷണൽസ് ആണ് മെഡിസിൻ മാനുഫാക്ചറിംഗിൽ ഇൻവോൾവ് ചെയ്യുന്ന പ്രധാന വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത്? നോക്കാം. പ്രൊഫഷണൽസ് ഇൻവോൾവ്മെന്റ് ഇൻ മെഡിസിൻ മാനുഫാക്ചറിംഗ്. പ്രധാനമായിട്ട് ഒരു ഡ്രഗ് മാനുഫാക്ചർ ചെയ്യുന്നതിൽ രണ്ട് പ്രധാനപ്പെട്ട ഓതറൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇൻഡിവിജ്വൽസ് ആണ് ആരൊക്കെ? ഒന്ന് കെമിസ്റ്റ്, ദെൻ ക്വാളിറ്റി മാനേജർ. കെമിസ്റ്റ് ആരാണ്? കെമിസ്റ്റ് രാസതന്ത്രജ്ഞൻ അല്ലെ? രാസതന്ത്രജ്ഞൻ അല്ലെങ്കിൽ എന്താ പറയാ, മരുന്നിന്റെ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന വിദഗ്ധൻ അല്ലെ, സ്പെഷ്യലിസ്റ്റ് ആണ് കെമിസ്റ്റ് എന്ന് പറയുന്നത്. മരുന്ന് നിർമ്മിക്കുന്ന വ്യക്തിയാണ് ആരാ? കെമിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ ക്വാളിറ്റി മാനേജർ. ക്വാളിറ്റി മാനേജർ ആരാണ്? മരുന്നിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്ന, മരുന്നിന്റെ ക്വാളിറ്റി നിലവാരം ഉറപ്പുവരുത്തുന്ന വ്യക്തിയാണ് ആര്? ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത് കേട്ടോ. കെമിസ്റ്റ്. രണ്ട് പ്രൊഫഷണൽസ് ആണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് മാനുഫാക്ചറിംഗുമായി ബന്ധപ്പെട്ട്. ആരൊക്കെയാണ്? കെമിസ്റ്റും ക്വാളിറ്റി മാനേജർ. ഓക്കെ, മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ ബാച്ച് നമ്പർ. ബാച്ച് നമ്പർ നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബാച്ച് നമ്പർ പാക്കിംഗ് നമ്മൾ നോക്കുന്നത്. ബാച്ച് നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? യെസ്. Batch number is a mandatory protocol to be issued for each and every lot of drug manufactured. A batch may be contain 20 lakh tablets capsule. Batch number is mentioned by the manufacturing chemist while submitting the sample, and QC manager confirms the same the test report, certificate of analysis, and batch number also should appear on the packing carton and the report. For example, GL027/19. ഓക്കെ, ബാച്ച് നമ്പർ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓരോ മരുന്നിന് പ്രത്യേകമായിട്ടുള്ള ബാച്ച് നമ്പർ ഉണ്ടായിരിക്കും അല്ലെ? അതൊരു മാൻഡേറ്ററി പ്രോട്ടോകോൾ ആണ് അല്ലെ? ഓരോന്നിനും സെയിം നമ്പർ ആണ് അല്ല അല്ലെ? ഓരോന്നിനും പ്രത്യേകമായിട്ടുള്ള ബാച്ച് നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓരോ ഡ്രഗ്സിനും എന്താണ്? ഓരോ പ്രത്യേകമായിട്ടുള്ള ബാച്ച് നമ്പേഴ്സ് ആയിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, യെസ്. ഒരു ബാച്ചിൽ എന്താണ്? വലിയ അളവില് ക്യാപ്സൂൾസ് ഉണ്ടായിരിക്കും. ഒരു ബാച്ചിൽ എന്ന് പറയുമ്പോൾ എത്രത്തോളം ടാബ്ലറ്റ്സും ക്യാപ്സൂൾസും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? അണ്ടർലൈൻ ചെയ്തേ. ഒരു ബാച്ചിൽ എത്രത്തോളം ടാബ്ലറ്റ്സും ക്യാപ്സൂൾസും വരുന്നുണ്ട് പിള്ളേരെ? ഹലോ, 20 lakhs അല്ലെ? A batch may contain 20 lakhs tablets or capsules. ഇത്രയും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു പ്രത്യേക അളവിൽ, വലിയൊരു അളവിലാണ്, പ്രത്യേക അളവിൽ ഒരു വലിയ അളവിലാണ് ബാച്ച് നമ്പേഴ്സിൽ എന്ത് ടാബ്ലറ്റ്സ് ക്യാപ്സൂൾസും ഉൾപ്പെടുന്നത്. ഏകദേശം 20 lakhs tablets. Okay. A batch number is mentioned by the manufacturing chemist while submitting the sample and QC manager. ഈ ബാച്ച് നമ്പർ സബ്മിറ്റ് ചെയ്യുന്ന വ്യക്തി ആരാണ്? മെൻഷൻ ചെയ്യുന്ന വ്യക്തി ആരാണ്? ബാച്ച് നമ്പർ മെൻഷൻ ചെയ്യുന്ന വ്യക്തി ആരാണ്? ബാച്ച് നമ്പർ കെമിസ്റ്റ് ആണ്. മാനുഫാക്ചറിംഗ് കെമിസ്റ്റ് ആണ് ബാച്ച് നമ്പർ മെൻഷൻ ചെയ്യുന്നത്. ഇതിന്റെ അപ്രൂവൽ കൊടുക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് അനാലിസിസ് ചെയ്യുന്നത്, ഇതിന്റെ ടെസ്റ്റ് റിപ്പോർട്ട്സുകളൊക്കെ അനലൈസ് ചെയ്യുന്നത് ആരാണ്? QC മാനേജർ അല്ലെ? അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജർ ആയിരിക്കുള്ളൂ ഇത് അനലൈസ് ചെയ്യുന്നതും സർട്ടിഫിക്കറ്റ് ഓഫ് അനാലിസിസ് ഒക്കെ മെൻഷൻ ചെയ്യുന്നത് ആരാണ്? ക്വാളിറ്റി മാനേജർ ആയിരിക്കുള്ളൂ കേട്ടോ. അതായത് അത് സ്ഥിരീകരിക്കുന്നത്, മെൻഷൻ ചെയ്യുന്നത് കെമിസ്റ്റും അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്രൂവൽ കൊടുക്കുന്നത് ആരാണ്? ക്വാളിറ്റി മാനേജർ ആയിരിക്കും കേട്ടോ. യെസ്. Then batch number also should appear on the packing carton and the report. For the example, GL02. ഇതൊരു ബാച്ച് നമ്പറിന്റെ എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബാച്ച് നമ്പർ നമ്മൾ എവിടെയായിരിക്കും? നമ്മുടെ പാക്കിങ്ങിലായിരിക്കും അല്ലെ കാണാൻ സാധിക്കുന്നത്? പാക്കിങ്ങിൽ കാണാൻ സാധിക്കും. അതിനൊരു എക്സാമ്പിൾ ആണ് GL027/19. ഈ 19 എന്ന് പറയുന്നത് എന്തായിരിക്കും? 19 എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് 19 ഇയർ അല്ലെ? ഇയർ ആണ്. ഓക്കെ, യെസ്. then അതിന്റെ ബാച്ച് നമ്പറും ഉണ്ടായിരിക്കും, വർഷവും. അതിന്റെ ഇയർ ആയിരിക്കും ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എവിടെയൊക്കെ ബാച്ച് നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം? പാക്കേജിങ്ങിലും കാർട്ടണിലും റിപ്പോർട്ട്സിലും എല്ലാം തന്നെ എന്താണ് ഈ ബാച്ച് നമ്പർ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഓരോ ബാച്ച് നമ്പേഴ്സ്, ഓരോ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡോഗ്സിന് എന്താണ് മാനുഫാക്ചറിംഗ് ബാച്ച് നമ്പർ ഉണ്ടായിരിക്കും. ഏകദേശം എത്രത്തോളം ടാബ്ലറ്റ്സ് ആയിരിക്കും ഒരു ബാച്ചിൽ ഉൾപ്പെടുന്നത്? 20 lakhs ടാബ്ലറ്റ്സ് ആയിരിക്കും ഉൾപ്പെടുന്നത്. ഇനി ഇതിന്റെ മാനുഫാക്ചറിംഗ് നമ്പർ മെൻഷൻ ചെയ്യുന്നത് കെമിസ്റ്റ് ആയിരിക്കും. അതിന്റെ സർട്ടിഫിക്കറ്റ് ഓഫ് അനാലിസിസ് സ്ഥിരീകരിക്കുന്നത് QC മാനേജർ ആയിരിക്കുള്ളൂ.
നിർബന്ധമായിട്ട് നമ്മൾ എന്താണ് പാക്കേജിലും കാർട്ടൺസും റിപ്പോർട്ട്സിലൊക്കെ എന്താണ് ഈ നമ്പർ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലിയർ ആണോ പിള്ളേരെ? ഇനി പാക്കിംഗ് കൂടി കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. പാക്കിംഗ് നിങ്ങൾക്ക് മരുന്നിന്റെ പാക്കറ്റ്സിൽ ഏത് പാക്കറ്റാണ് ഇഷ്ടം? ഏത് പാക്കേജാണ് ഇഷ്ടം? കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു മരുന്ന് ഏതാണ്? ലുക്കാണ് ഉദ്ദേശിച്ചത്. മരുന്നൊക്കെ അങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് സേ പിന്നെ മരുന്ന് ഇഷ്ടപ്പെട്ടല്ലേ? മരുന്ന് ഇഷ്ടപ്പെട്ട് കഴിച്ചാല് കഷ്ടപ്പെട്ടത് വലിക്കുള്ളൂ എന്നറിയാൻ പാടില്ലേ? വൈറ്റമിൻ സിയുടെ ക്യാപ്സൂൾ നല്ല ഭംഗിയാണ് അല്ലെ? പിന്നെ ചില ബോട്ടിൽസ് ഒക്കെ കാണാൻ നല്ല രസമാണ്. അത് കഴിഞ്ഞ് നമുക്ക് വേറെ എന്തെങ്കിലും ബോട്ടിലാട്ടൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കാറുണ്ട്. ക്യാപ്സൂൾസിലും ചില സ്ട്രിപ്സും കാണാൻ ഭംഗിയാണ്. ചില സ്ട്രിപ്സ് നല്ല ഭംഗിയായിട്ടായിരിക്കും അല്ലെ? നമ്മുടെ ട്യൂബ്സ് കുളകളിലെ ആ ടാബ്ലറ്റ്സ് ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഇനി നമ്മളിതിന്റെ പാക്കിങ്സും ഇഞ്ചക്ഷൻ ബോട്ടിൽസും കാണാൻ രസമാണ്. അതിങ്ങനെ ചില്ലുകുപ്പി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ തൊട്ടോണ്ടിരിക്കാൻ തോന്നും. ഇൻസുലിൻ ഒക്കെ ഓക്കെ ഇല്ലായിക്കോട്ടെ. ഓക്കെ പാക്കിങ്സ്. Packing of drugs, whether it's tablet, capsules, and injection or oral suspension, and syrup or ointment and eye drop is packed differently. നമുക്കറിയാം പാക്കിംഗ് ചെയ്യുന്ന എല്ലാം വരുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഫോർമാറ്റിലാണ് നമ്മളത് പാക്ക് ചെയ്യുന്നത് അല്ലെ? പ്രത്യേകിച്ച് നമുക്കറിയാം ടാബ്ലറ്റ്സും ക്യാപ്സൂളും ഇഞ്ചക്ഷനും അല്ലെങ്കിൽ ഓറൽ സസ്പെൻഷനും സിറപ്പും ഓയിന്റ്മെന്റ്സും ഐ ഡ്രോപ്സ് വരെ വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അല്ലെ? ടാബ്ലറ്റ്സ് ആർ നോർമലി പാക്ഡ് വിത്ത് സ്ട്രിപ്പ് ആൻഡ് ബ്ലിസ്റ്റർ പാക്കിംഗ്. നമുക്കറിയാം ടാബ്ലറ്റ്സ് നമ്മൾ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്? ബ്ലിസ്റ്റർ പാക്കിങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ട്രിപ്പ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അലുമിനിയം സ്ട്രിപ്പ് ആയിരിക്കാം, പേപ്പർ സ്ട്രിപ്പ് ആയിരിക്കും. ഓക്കെ, ഇതിൽ ഓരോന്നിൽ എത്രണ്ണം വെച്ചിട്ടുണ്ടായിരിക്കും? ഏകദേശം 10 ഗുളികയും 10 ടാബ്ലറ്റ്സ് വെച്ചിട്ടായിരിക്കും ഈ പാക്കിങ്സിൽ ഉണ്ടാവും. നിങ്ങൾ ആ പിക്ചറിൽ ഒന്ന് നോക്കണേ. പിക്ചറിൽ നോക്കിയ പിള്ളേരെ കണ്ടോ? ഇതൊക്കെയാണ് പേപ്പർ സ്ട്രിപ്പ്, അലുമിനിയം സ്ട്രിപ്പ്, ബ്ലിസ്റ്റർ പാക്കിങ്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്യാപ്സൂൾ ഗുളികകൾ വരുന്നത് അല്ലെ? നമ്മുടെ മരുന്നുകൾ ഉൾപ്പെടുന്നത് എങ്ങനെയാണ്? പേപ്പർ സ്ട്രിപ്പിൽ വരുന്നുണ്ട്, അലുമിനിയം സ്ട്രിപ്പിലുണ്ട്, ബ്ലിസ്റ്റർ സ്ട്രിപ്പിൽ. ഇതിലൊക്കെ ഏകദേശം എന്താണ് 10 ആയിരിക്കും മാക്സിമം ആയിട്ട് വരുന്നത്. ഓക്കെ, then blister is also packed in the transparent medicine quality plastic with an aluminum bottom. Blister പാക്കിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ബ്ലിസ്റ്റർ പാക്കിങ്ങിന്റെ പ്രത്യേകത നോക്കിയേ. ബ്ലിസ്റ്റർ കണ്ടോ? യെസ്, ഇതിന്റെ ബോട്ടം എങ്ങനെ വരുന്നത്? ഇതിന്റെ ബോട്ടം എങ്ങനെ വരുന്നത്? ബ്ലിസ്റ്റർ പാക്കിങ്ങിന്റെ ക്വാളിറ്റി പ്ലാസ്റ്റിക് വിത്ത് അലുമിനിയം ബോട്ടം അല്ലെ? ക്വാളിറ്റി പ്ലാസ്റ്റിക് ആയിരിക്കും ഉള്ളത്. അലുമിനിയം ബോട്ടത്തിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. കണ്ടോ? അത് നോക്കിയൊന്ന് പിള്ളേരെ കാണുന്നുണ്ടോ? യെസ്. Then capsules are also packed in the same style of strip and blister. ഒരു പോയിന്റ് കൂടി കിട്ടും. നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഈ ബ്ലിസ്റ്റർ പാക്കിങ്ങിന് ട്രാൻസ്പെറന്റ്, അതായത് ഗുളിക എവിടെയാണ് ഇരിക്കുന്നത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ ബോട്ടം എന്ന് പറയുന്ന അലുമിനിയം ബോട്ടത്തില് ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ടായിരിക്കും. ക്വാളിറ്റി പ്ലാസ്റ്റിക് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. Okay, then capsules are packed in the same style of strip and blisters are detailed above. Both capsules and tablets are also packed customer bottle packing of 30 to 100 etc. For example, vitamin E tablets, Astelin, Ronacaps etc. Injection are packed in glass bottles and vials. Oral suspensions in powder form and plastic glasses bottles were used. അതെടുക്കട്ടെ, ഞാൻ പറയുന്ന പോലെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് കുറെ കൺഫ്യൂഷൻ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കാം. നമ്മൾ ടാബ്ലറ്റ്സ് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്? സ്ട്രിപ്പുകളിലായിട്ടാണ് ടാബ്ലറ്റ്സ് പാക്ക് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അത് മനസ്സിലായല്ലോ. സ്ട്രിപ്പുകളിലാണ് നമ്മൾ, സ്ട്രിപ്പ് അല്ലെങ്കിൽ ബ്ലിസ്റ്റേഴ്സിലായിരിക്കും ടാബ്ലറ്റ് പാക്ക് ചെയ്യുന്നത്. ക്യാപ്സൂളുകൾ എങ്ങനെയാണ്? ക്യാപ്സൂളുകൾ നമ്മൾ എന്താണ്? സ്ട്രിപ്പുകളോ അല്ലെങ്കിൽ ബ്ലിസ്റ്റേഴ്സിൽ എന്നായിരിക്കും ക്യാപ്സൂളുകളും പാക്ക് ചെയ്യുന്നത്. ഇനി ഇഞ്ചക്ഷൻസ് ഒക്കെ എങ്ങനെയുള്ള ബോട്ടിൽസിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്? ഇഞ്ചക്ഷൻസ് എങ്ങനെയുള്ള ബോട്ടിൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്? ഇഞ്ചക്ഷൻസിന് ഗ്ലാസ് ബോട്ടിൽസും വയൽസ് ആണ് അല്ലെ? ഗ്ലാസ് ബോട്ടിൽസും വയൽസോ അല്ലെ? ഗ്ലാസ് ബോട്ടിൽസോ വയൽസോ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓറൽ സസ്പെൻഷൻ എങ്ങനെയാണ് കുട്ടികളെ? ഓറൽ സസ്പെൻഷൻ ഓറൽ സസ്പെൻഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉപയോഗിക്കാറുണ്ട്, ഗ്ലാസ് ബോട്ടിൽസ് ഉപയോഗിക്കാറുണ്ട്. ഗ്ലാസ്സിലും പ്ലാസ്റ്റിക്കിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഓറൽ സസ്പെൻഷൻസ്. പിന്നെ സിറപ്പുകൾ എങ്ങനെയാണ് വരുന്നത്? സിറപ്പുകൾ എങ്ങനെയുള്ള ബോട്ടിൽസ് ആണ്? രണ്ടിലും വരാറുണ്ട്, ഗ്ലാസ്സിലും വരാറുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽസിലും സിറപ്പുകൾ വരാറുണ്ട് അല്ലെ? യെസ്, വരും. പിന്നെ ഓയിൽമെന്റ്സുകളോ? ഓയിൽ ഫോമാറ്റുള്ള
ട്യൂബ്സ് ആയിരിക്കും അല്ലെ, ട്യൂബുകൾ നമ്മൾ ഒപ്താൽമിക് ഓയിൽമെന്റും സൊല്യൂഷൻസ് ഒക്കെ എന്താണ് ട്യൂബിലായിരിക്കും രൂപപ്പെടുന്നത് അല്ലെ, ട്യൂബ്സിലായിരിക്കും രൂപപ്പെടുന്നത്. പിന്നെ ടാബ്ലറ്റ്സിന്റെ ഒരു എണ്ണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, 1x10 അല്ലെ, 1x10 എന്ന രീതിയിലായിരിക്കും എന്ത് വരുന്നത്, അതിന്റെ പാക്കിങ്സ് വരുന്നത്. ആ രീതിയിലായിരിക്കും നമുക്ക് പാക്ക് ചെയ്യേണ്ടത്. ടാബ്ലറ്റ്സുകൾ ഈ ക്യാപ്സൂൾസുകൾ സാധാരണ നമ്മൾ 1x10 എന്ന സ്ട്രിപ്സിലാണ് നമ്മൾ പാക്കിംഗ് വരുന്നത്. അതായത് ബിസ്റ്റർ പാക്കിങ്സിൽ. ഞാൻ ഓയിൽമെന്റ് ഇവിടെ കാണിച്ചു തന്നില്ലല്ലോ, കേട്ടോ. ഓയിൽമെന്റ്സ് എല്ലാം തന്നെ എന്താണ് ഇങ്ങനെ ഒരു ചിലപ്പോൾ പ്ലാസ്റ്റിക്സിലും വരാറുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു എന്താ പറയാ ഒരു അലുമിനിയം രീതിയിലുള്ള ഒരു മെറ്റീരിയൽസ് കണ്ടിട്ടില്ലേ നമ്മള്, ഓയിൽമെന്റ് ട്യൂബ്സുകൾ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കുറച്ചും കൂടി ഹാർഡ് ആയിട്ടിരിക്കും, പ്ലാസ്റ്റിക് അലുമിനിയം അതന്നെ. കുറച്ച് നമുക്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ വേദന എടുക്കുന്ന രീതിയിലുള്ളത് ഇപ്പൊ പല മെറ്റീരിയൽസിലും കാണാം. എന്നിരുന്നാൽ പോലും പ്ലാസ്റ്റിക്കിലോ ഓയിൽമെന്റ്സിലോ അല്ലെങ്കിൽ ഒരു അലുമിനിയം സ്ട്രിപ്സിലൊക്കെ അലുമിനിയം ട്യൂബിലൊക്കെ ആയിരിക്കും നമ്മുടെ ഓയിൽമെന്റ്സുകൾ വരുന്നത്. നേരത്തെയൊക്കെ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു കൂടുതലും അല്ലെ. യെസ്, ഇപ്പൊ കൂടുതലും പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ പാക്കേജസ് മാത്രമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. മരുന്നുകളുടെ പാക്കേജസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് വ്യക്തമാണല്ലോ. നമ്മൾ മരുന്നുകളെല്ലാം സ്ട്രിപ്പോ ബ്ലിസ്റ്റേഴ്സിലാണോ സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ബോട്ടിൽ പാക്കേജിൽ വന്ന് പൗഡർ ഫോർമാറ്റിലുള്ള മെഡിസിൻസ് ആണ്. ഇഞ്ചക്ഷനും അല്ലെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ എന്താണ് ഇഞ്ചക്ഷൻസ് ഗ്ലാസ് ബോട്ടിൽസിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അലുമിനിയം സ്ട്രിപ്പിൽ വരുന്ന മരുന്നുകളുണ്ട്, ബ്ലിസ്റ്റേഴ്സ് പാക്സിൽ വരുന്നുണ്ട്, പേപ്പർ സ്ട്രിപ്പിൽ വരുന്ന മരുന്ന്. ഇപ്പൊ പേപ്പർ സ്ട്രിപ്പ് അധികം വരാറില്ല അല്ലെ. പേപ്പർ സ്ട്രിപ്പ് കണ്ടിട്ടില്ലേ നിങ്ങള്? പെട്ടെന്ന് നമുക്ക് തീരെ എടുക്കാൻ പറ്റും. നമ്മുടെ വിക്സ് ഗുളികയൊക്കെ അങ്ങനെയായിരിക്കും കൂടുതൽ വന്നിരുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് മരുന്നുകളുടെ പാക്കേജസ് വരുന്നത്. ഓക്കെ, ഒരു ഇതിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും, ഒരു പാക്കിങ്ങിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും, ഒരു സ്ട്രിപ്പിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും? 10 ഉണ്ടായിരിക്കും അല്ലെ. 1x10 എന്ന ഒരു പൊസിഷനിലാണ് അത് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ് കേട്ടോ. 10 to 15 വരാറുണ്ട്, 20 പാക്കേജസ് വരാറുണ്ട്. പക്ഷെ കോമൺലി വരുന്നത് എങ്ങനെയാണ്, 10 മെഡിസിൻസ് അടങ്ങുന്ന രീതിയിൽ 1x10 എന്ന ഒരു ഫോർമാറ്റിലാണ് വരാറുള്ളത് കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. ഇപ്പൊ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ നമ്മുടെ കംപ്ലീറ്റഡ് ആയി കേട്ടോ. ഇപ്പൊ എടുത്ത ഭാഗത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. ഉണ്ടോ? ഇല്ല. അങ്ങനെ പറയലോടാ, അങ്ങനെ പറഞ്ഞ കംപ്ലീറ്റ് ഒക്കെ അടുത്ത ദിവസം ക്ലാസ് എടുക്കാൻ പറ്റില്ല. പറയണ്ട, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എടുക്കുന്നതാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നില്ലേ, വേറൊരു കാര്യം ചെയ്യണമെന്ന് ഓർത്തു നിങ്ങളോട്. അല്ല കേട്ടോ, ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സ് ചിലപ്പോ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റർ ഇതൊന്നും വലിയ കുഴപ്പമില്ല, ഇനി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമുക്ക് മാക്സിമം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തു പോകാൻ നോക്കാം. ഇങ്ങനെ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ അത് എനിക്ക് കരുതിയിരുന്നോളൂല്ലോ പറഞ്ഞു. ഇനി മൊഡ്യൂൾ 6 ആണ് കേട്ടോ. അപ്പൊ മൊഡ്യൂൾ 5 എനിക്ക് 2 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഫങ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റലും ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ. 2 ചാപ്റ്റർ ആണ് ഞാൻ മൊഡ്യൂൾ 5 എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, മൊഡ്യൂൾ 6 നമ്മൾ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. റൈറ്റ്സും റെസ്പോൺസിബിലിറ്റി വരെ വലിയ കുഴപ്പമുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് അതിങ്ങനെ നമ്മളെ ഗ്രാഫ് പോലെയാണ്, ഇച്ചിരി നല്ല സ്പീഡിൽ നന്നായിട്ട് പോകും, പിന്നെ ഒന്ന് താഴെ. നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ഒരു സമയത്തുമ്പോ, ഒരു ഉള്ളിലേക്ക് എത്തുന്ന സമയത്ത് കേട്ടോ. അപ്പൊ നമുക്ക് മാക്സിമം അത് നോക്കാം, അത്രേ പറയാൻ അല്ലേ. ഇനിയിപ്പോ നെക്സ്റ്റ് അടുത്ത ആഴ്ച കൂടെ നമുക്ക് ക്ലാസ് ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് വീക്കത്തെ ക്ലാസ് ഉണ്ടാവില്ല, ഓണം വെക്കേഷൻ ആണ്. 4 ദിവസത്തെ ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവാൻ വഴിയില്ല. നമുക്ക് 24-ാം തീയതി സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പൊ എല്ലാവരെയും നമ്മുടെ സ്മാർട്ട് സ്റ്റഡി സെലിബ്രേഷനിലേക്ക് മനസ്സുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. വരാൻ പറ്റില്ല, 24th സെലിബ്രേഷൻ ആണ്. എല്ലാവരും വരിക കേട്ടോ. കാണാലോ, നമുക്ക് വീഡിയോസ് ഒക്കെ കാണാം. പ്രിൻസ് ക്ലാസ്സിലില്ലേ, പ്രിൻസ് പോയോ? കയറാറില്ലേ ഇപ്പൊ? ഉണ്ട്.
ആഘോഷിക്കില്ല ആർമാദിക്ക്. ഞങ്ങൾ ആർമാദിക്കുള്ള ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ, ഞങ്ങൾ ടീച്ചേഴ്സ് ആരും ഡാൻസ് കളിക്കുന്നില്ല, സമയമില്ല അതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ എന്താണ് കാണുന്നത്? ട്യൂസ്ഡേ. നെക്സ്റ്റ് ട്യൂസ്ഡേ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. അഡ്വാൻസ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും കേട്ടോ. താങ്ക് യു. ഓക്കെ, വരാൻ പറ്റില്ലേന്ന് എന്തിനാണോ സീജ? സെലിബ്രേഷൻ ആണോ? നിങ്ങൾക്ക് വരാമെങ്കിൽ വന്നോ. സീജ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. വരൂരല്ല പിന്നെ എന്തിനാണ് ചോദിക്കുക? എങ്ങനെയെങ്കിലും കോൺവക്കേഷൻ എങ്കിലും വരാൻ ശ്രമിക്കണം. എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് നിങ്ങൾ അത്രയും പേരെ കാണണമെന്ന് കേട്ടോ. ഒന്ന് വന്നൊന്ന് കണ്ടിട്ട് പോകും. ഓക്കെ, ശരി.